ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മട്ടൺ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു 300 ഗ്രാം മട്ടൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം എണ്ണയും ചേർത്ത് ഇതൊന്ന് കുറച്ച് നേരം മട്ടണിലേക്ക് പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം ഇത് ഞാൻ കുക്കറിൽ അല്പം വെള്ളവും ചേർത്ത് വേവിച്ചും എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് പെരുംജീരകവും കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയും ചേർത്ത് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മട്ടൺ ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് വേണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാളയൊക്കെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ ഒന്ന് വഴന്ന് നന്നായിട്ട് വന്നതിന് ശേഷം ഒരു മസാല കൂടി ഇനിയും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ജീരകപ്പൊടിയൂടെ വേണമെങ്കിൽ ചേർക്കാം. അതിൻ്റെ രുചി കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഈ മസാലയൊക്കെ മൂത്ത് അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മട്ടൺ ആ സ്റ്റോക്കോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മട്ടനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റോക്കും മട്ടനും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് വെന്ത് കുറുകി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ മട്ടൻ കറി തയ്യാറാക്കി നോക്കണം. റോസ്റ്റാണ്, കറി അല്ലാത്തത് കൊണ്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറ്റി വന്നതിന് ശേഷം വേണം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും മുറിച്ചിട്ട് അല്പം പഴുത്ത തക്കാളിയൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.